ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിട്ടേ എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് പ്രോട്ടീൻ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പോയത് നമ്മുടെ സഫാരി മാളിലുള്ള ഷാർജ സഫാരി മാളിലുള്ള സൈറ സലൂണിലാണ് കേട്ടോ. സൂപ്പർ സർവീസാണ്. ഞാൻ അവിടുത്തെ ഒരു 3 year ആയിട്ട് റെഗുലർ കസ്റ്റമറാണ് കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെയർ വാഷൊക്കെ ചെയ്തു. ഇതാണ് ഷോപ്പ് കേട്ടോ. സൂപ്പർ ഷോപ്പാണ്. എൻ്റെ ഇൻറ്റീരിയൽ വർക്ക് ആയിക്കോട്ടെ, സെറ്റപ്പ് ഫുൾ സെറ്റപ്പ്, ഒരു രക്ഷയില്ല, അടിപൊളി ഷോപ്പാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഹെയറൊക്കെ നന്നായി വാഷ് ചെയ്തു, ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ വന്നു കേട്ടോ. ഇങ്ങോട്ടൊന്നൊരു ഓഫ് ഡേ കിട്ടിയതായിരുന്നു. രാവിലെ തന്നെ വന്നു. ഭയങ്കര വിശപ്പ്. കാരണം ഇത് സംഭവം നല്ല റഷ് ഉണ്ടായിരുന്നു ഷോപ്പിൽ. അപ്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ പറയുന്നത് 45 minutes തന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇരിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഈശ്വര, നല്ല അടിപൊളി വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഹെയറിൽ. എനിക്ക് പൊതുവേ ഇവിടുത്തെ സലൂൺ, അതായത് ഈ ഒരു സലൂൺ സൈറ സലൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നപ്പോൾ കല്യാണത്തിനായിക്കോട്ടെ, അപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സലൂണിൽ നിന്ന്. ഇതൊരു സലൂണിൻ്റെ പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇതെൻ്റെ ജെന്യൂൻ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ്. പിന്നെ ഞാനൊരു 1 year ഒക്കെ ഈ പ്രോട്ടീൻ ഹെയറിൽ സംഭവം ചെയ്തിട്ട്, ഇപ്പോൾ ഹെയർ കളർ ചെയ്തപ്പോൾ ഭയങ്കര ഡ്രൈ ആയി ഹെയർ. പിന്നെ എൻ്റെ ഫേസിൽ കണ്ടോ, മൂക്കിൻ്റെ മുകളിൽ നല്ലൊരു കുരു വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെയിനും ഉണ്ട് കാര്യങ്ങൾ. പിന്നെ എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം, അത്യാവശ്യം നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു ഫേസിൽ കേട്ടോ, നല്ല ഡാർക്ക് സ്പോട്ടും. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്കിൻ കെയറിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, അത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇതിപ്പോൾ എൻ്റെ പിമ്പിൾസ് ഈ ഒരു മൂക്കിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് എനിക്കും അറിയില്ല. എൻ്റെ ഹസ്ബൻഡിനും എനിക്കും സെയിം സ്ഥലത്ത് സെയിം പിമ്പിൾ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കാണാൻ. പിന്നെ പൊതുവേ ഞാനിങ്ങനെ പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് വീഡിയോ എടുക്കാറില്ല. സംഭവം ഐലാഷസ് ആണ് കേട്ടോ. ഇന്നലെ വെച്ചില്ലേ അത്. അങ്ങനെ അത് അതിനൊരു അവസാനമായി ഗൈസ്. എൻ്റെ ഹെയർ വാഷ് സെറ്റായി. അപ്പോൾ ഹെയർ വാഷൊക്കെ ചെയ്ത്, കാരണം എനിക്ക് ഒരു സ്ഥലം വരെ പെട്ടെന്ന് പോകാനുണ്ട്. ഹസ്ബൻഡ് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ 1 മണിക്കൂർ എന്ന് പറഞ്ഞ് വന്ന് ഞാനാണ് ഇപ്പോൾ 2.5 മണിക്കൂറായി സംഭവം. അപ്പം അങ്ങനെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ പോയിട്ട് ഹെയർ വാഷ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയും കേട്ടോ. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ, വെയിറ്റ് ചെയ്യേ. കാരണം പുള്ളിക്കാരി ഇത് ഉണക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ അത് കഴിയണ്ടേ, എന്നിട്ട് വേണ്ട ഫൈനൽ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഷോപ്പിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഷോപ്പ്. ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് ആയിക്കോട്ടെ, എല്ലാം സൂപ്പർബായിട്ടുള്ളൊരു വർക്കാണ്. ഇവർക്ക് 2 ഷോപ്പാണ് സഫാരി മാളിലുള്ളത് കേട്ടോ. അപ്പോൾ ഹെയർ ഇതാ അയൺ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ ഈ ഒരു സലൂൺ ചൂസ് ചെയ്യാൻ കാരണം കൂടി ഉണ്ട് കേട്ടോ. കാരണം എപ്പോൾ വന്നാലും നമുക്ക് നല്ല പ്രൈസ്, നല്ല ഓഫേഴ്സ് നമുക്കിവിടെ കിട്ടാറുണ്ട്. എനിക്ക് മാത്രമല്ല, ഓൾ കസ്റ്റമേഴ്സിനും നല്ല ഓഫറിലാണ് ഇവർ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഇപ്പോൾ പ്രോട്ടീൻ ആയിക്കോട്ടെ, കെരാറ്റിൻ ആയിക്കോട്ടെ, ഏത് തരം സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു സഫാരി മാളിലെ സൈറ സലൂണിലെ. പിന്നെ ഈ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചക്കി എന്നാണ് കേട്ടോ ഈ ഒരു ചേച്ചിയുടെ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ചേച്ചി ത്രെഡൊക്കെ ചെയ്യണത് സൂപ്പറായിട്ട് ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുതരും. അപ്പോൾ പുള്ളിക്കാരി പറയും ഞാൻ 1 മണിക്കൂറിൽ കഴിയുമെന്നാണ് അയണിങ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഹെയർ നല്ല ഉള്ളുണ്ടായിരുന്നു എന്നാണ് പുള്ളി പറയണത്. അപ്പോൾ ഓരോ പോർഷൻ എടുത്ത് ചെറിയ പോർഷനൊക്കെ എടുത്തിട്ടാണ് അയൺ ചെയ്ത് സെറ്റാക്കി തന്നിട്ട് ആൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നാളെ പോയിട്ട് ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്യും, ഹെയർ വാഷ് ചെയ്യണം, കുറേ പരിപാടികളുണ്ട്. ഇത് കണ്ടോ, ഹെയറിൻ്റെ തുമ്പത്തൊക്കെ നല്ല ഡ്രൈനെസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ നെക്സ്റ്റ് ഡേ ഹെയർ വാഷിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് തന്നു. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് ഹെയർ. പിന്നെ ഞാൻ ഹെയർ നല്ല രീതിയിൽ ഷോർട്ടാക്കി കേട്ടോ. നല്ല ഡാമേജ് ഉണ്ടായിരുന്നു കളർ അടിച്ചിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഷോർട്ടാക്കിയിട്ടുണ്ട് ഹെയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഞാൻ ഹെയർ സ്ട്രെയിറ്റ് കട്ടാണ് വെട്ടിയത്. സ്റ്റെപ്പ് കട്ടിങ്, യു കട്ടാണ് നോർമലി ഞാൻ ചൂസ് ചെയ്യാറ്. പക്ഷേ സ്ട്രെയിറ്റ് കട്ടിലാണ് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ ഒന്ന് നോക്കാം. അപ്പം ഗൈസ്, ഞാൻ ഇങ്ങനെ ഷോപ്പിൽ വന്നപ്പോൾ ഇവളുടെ ഹെയർ കട്ട് ചെയ്തിട്ട് കാണുന്നതാണ്. ഞാനപ്പോൾ പറഞ്ഞു, കമൻറ്റ് പറഞ്ഞു എന്താന്ന്, കുട്ടിച്ചൂട തിരിഞ്ഞാടാ.
നേരെ ഇട്ടാലേ അറിയത്തുള്ളൂ. സുഖമല്ല. ഇവിടെ വെച്ചാണ് ഞങ്ങൾ കട്ട് ചെയ്തത്. ഇങ്ങനെയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ, ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ധൈര്യമായി കമൻറ്റ് ചെയ്യുക എല്ലാവരും. ബൈ.